പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നമുക്ക് പങ്കുവെക്കാനുള്ള ചില വാർത്തകളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് സാമി സെയിൻ എന്ന റെസ്ലർ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സാമി സെയിൻ ഈ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് അദ്ദേഹത്തെ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ എന്നുള്ള വലിയ അച്ചീവ്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. സാമി സെയിൻ WWEയിലേക്ക് എത്തിയതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം മെയിൻ ഇവൻറ്റ് സീനിലേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ ആയിട്ട് കയറി വന്നിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിനുള്ളിൽ കുറച്ചധികം മത്സരങ്ങൾ ലഭിച്ചു എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള സ്റ്റോറികളൊന്നും സാമി സെയിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വലിയ അട്ടിമറിയായിരുന്നു നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ കോഡി റോഡ്സ് പരാജയപ്പെടുമെന്ന് ഒരാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം സമ്മർ സ്ലാം പോലെയുള്ള ഒരു ബിഗ് ഇവൻറ്റ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കോഡി റോഡ്സിൻ്റെ ഒരു പരാജയം ഒരാളും നോക്കി കണ്ടിരുന്നില്ല. ഇനി അഥവാ കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ കൂടി ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സാമി സെയിൻ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായത്. അതും നിലവിലെ ചാമ്പ്യനായ ഫേസ് ഓഫ് ദ കമ്പനിയായ കോഡി റോഡ്സിനെ തന്നെ പിൻ ചെയ്തിട്ടാണ് സാമി സെയിൻ ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാമി സെയിനെ വിജയിപ്പിക്കാൻ എന്ത് കാരണമാണ് കമ്പനിക്ക് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ സാധ്യതകളാണ് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, സാമി സെയിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ഒരു കഥാപാത്ര ശൈലി എന്ന് പറയുന്നത് ഒരു അണ്ടർഡോഗ് എന്നുള്ളതാണ്. അതായത് പരാജയപ്പെട്ട് പിന്നെ പരാജയങ്ങളിൽ നിന്ന് അതിലൊരു പ്രചോദനം ഉൾക്കൊണ്ട് പിന്നീട് വിജയം നേടിയെടുക്കുന്ന ആ തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് സാമി സെയിൻ്റേത് എന്ന് പറയുന്നത്. അപ്പോൾ സാമി സെയിൻ ഇപ്പോൾ റെസ്ൽമേനിയയിൽ ഗുന്തറിൻ്റെ ഇന്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിച്ചതൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഒരു പക്ക അണ്ടർഡോഗ് ക്യാരക്ടറിന് പറ്റിയതായിരുന്നു. ഈ ഇന്റർകോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹം പിന്നീട് ട്രൈ ചെയ്തത് ഈ മെയിൻ ചാമ്പ്യൻഷിപ്പുകളിലാണ്. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചില്ല. അങ്ങനെ ഒരു പക്ക അണ്ടർഡോഗ് ക്യാരക്ടർ ചെയ്തു വന്ന സാമി സെയിൻ്റെ ഈ അണ്ടർഡോഗ് എന്ന് പറയുന്ന ക്യാരക്ടർ നിർത്താൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ ഒരു ടോപ്പ് റെസ്ലർ, ടോപ്പ് ഗായ് എന്നുള്ള രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു WWE ചാമ്പ്യൻഷിപ്പ് മത്സര വിജയം സാമി സെയിന് കൊടുത്തു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ക്യാരക്ടറിലുള്ള വലിയൊരു ഷിഫ്റ്റ് കൊണ്ടുവരാൻ സാമി സെയിനെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തേതും മുഖ്യമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഫാൻസിന് എന്താണോ ആവശ്യം അത് കൊടുക്കുക എന്നുള്ളതാണ്. സൗദി അറേബ്യൻ ഫാൻസ് എങ്ങനെയാണ് സാമി സെയിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. ഒരു കനേഡിയൻ ബോൺ റെസ്ലറാണ് സാമി സെയിൻ എന്നുണ്ടെങ്കിലും സൗദി അറേബ്യൻ ഫാൻസ് സാമി സെയിനെ സ്വീകരിക്കുന്നത് മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു വരവേൽപ്പ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹോം ടൗൺ ഒന്ന് സാമി സെയിൻ്റെ സൗദി അറേബ്യയിലെ ഇവൻറ്റ്സ് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ഹോം ടൗൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹോം അതിൽ വെച്ചിട്ടൊരു മെയിൻ ഇവൻറ്റിൽ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരം നടക്കുമ്പോൾ അതും ഫേസ് ഓഫ് ദ കമ്പനി ആയി നിൽക്കുന്ന കോഡി റോഡ്സിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് സാമി സെയിന് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് WWE ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആരാധകർ ഇങ്ങനെ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം കമ്പനി കൊടുക്കുന്നു. ആരാധകർക്കൊപ്പമാണ് ഈ കമ്പനി എപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് കാണിക്കാനും കൂടിയിട്ടാണ്. അപ്പോൾ സാമി സെയിനെ വിജയിപ്പിക്കുന്നതിൻ്റെ മുഖ്യ കാരണമായി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആരാധകർ കുറേയധികം വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നതെന്തോ, കുറേയധികം നാളുകളായിട്ട് അവർ എന്താണോ വിചാരിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു നല്ല ലെങ്ത്തുള്ളൊരു ടൈറ്റിൽ റണ്ണൊന്നും സാമി സെയിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്ര വലിയൊരു ടൈറ്റിൽ റണ്ണിന് അർഹതപ്പെട്ടിട്ടുള്ള ഒരു റെസ്ലറായിട്ട് സാമി സെയിനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. അദ്ദേഹത്തെക്കാൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൈവശം വയ്ക്കാൻ സാധിക്കുന്ന കുറേയധികം മെറ്റീരിയൽസ്, കുറേയധികം പ്രൊഡക്ട്സ്, കുറേയധികം റെസ്ലേഴ്സ് WWE കൈവശം ഉള്ളത് കൊണ്ട് തന്നെ സാമി സെയിൻ ഒരു ഷോർട്ട് റണ്ണായിരിക്കും മിക്കവാറും ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ കിട്ടുക. ഇനി ഏതെങ്കിലും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സമ്മർ സ്ലാമിൽ വെച്ചിട്ടോ സാമി സെയിൻ്റെ കൈവശത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഈ ഒരു വിജയം അത് സാമി സെയിൻ്റെ കരിയറിലെ പൊൻതൂവലാണ്. അത് അദ്ദേഹത്തിന് ഇനി ഒരു തവണ കൂടി കിട്ടിയാൽ പോലും ഈ ഒരു മധുരം അദ്ദേഹത്തിന് കിട്ടില്ല. കാരണം ഒട്ടും ആരും വിചാരിക്കാത്ത ഒരു സമയത്താണ് സാമി സെയിൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അതും വമ്പൻ അട്ടിമറി വിജയം നേടിക്കൊണ്ട് സൗദി അറേബ്യൻ ഫാൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സാമി സെയിൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് കഴിയുന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിട്ട് WWE പുറത്തേക്ക് വിട്ട ഒരു ബാക്ക് സ്റ്റേജ് വീഡിയോ ഫുട്ടേജ് എന്ന് പറയുന്നത് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ പരാജയപ്പെട്ടതിനോടുള്ള ഒരു ദേഷ്യം സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസിൻ്റെ അടുത്തേക്ക് ചെന്ന് തീർക്കുന്നതും അവർ തമ്മിലുള്ള ഒരു ഉന്തും തള്ളും പിന്നീട് ഒഫീഷ്യൽസ് ഇരുവരെയും പിടിച്ചു മാറ്റുന്നതും ഒക്കെയുള്ള ഒരു ഫുട്ടേജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നെക്സ്റ്റ് എന്ത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഗുന്തറിൻ്റെ അടുത്ത എതിരാളി സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസ് ആണ്. നമുക്കറിയാം നിക്ക് ഓൾഡിസ് ഒരു പക്ക പ്രൊഫഷണൽ റെസ്ലറാണ്. അദ്ദേഹം TNA റെസ്ലിംഗിലും NWA എന്ന് പറയുന്ന കമ്പനിയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. റിംഗ് ഓഫ് ഹോണറിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു കരിയറിൻ്റെ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിക്ക് ഓൾഡിസ് WWE ഡെബ്യൂ ചെയ്തതിന് ശേഷം ഒരു ജനറൽ മാനേജർ എന്നുള്ളൊരു റോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് മാറി സമ്മർ സ്ലാമിൽ ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ഒരു മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് നിക്ക് ഓൾഡിസ് വരുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് അവർ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുന്തർ വേഴ്സസ് നിക്ക് ഓൾഡിസ് തമ്മിലുള്ള മത്സരം ഗംഭീരമായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോറി ഈ നിക്ക് ഓൾഡിസ് ഒരു ജനറൽ മാനേജറായിട്ട് ഇരുന്നിട്ട് ഗുന്തറിനെതിരെ എങ്ങനെ സ്റ്റോറി കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതോ ഈ ജനറൽ മാനേജർ പൊസിഷൻ നിക്ക് ഓൾഡിസ് വിഡ്രോ ചെയ്തിട്ട് അത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മൂന്നാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും? അടുത്ത എതിരാളി എന്ന് പറയുമ്പോൾ സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസ് ആരെയായിരിക്കും നേരിടുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ റോമൻ റെയിൻസ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ദ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ അംഗമായ ജെ ഊസോയെ മെയിൻ ഇവൻറ്റ് ജെ ഊസോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദ റൂളർ എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്ന ഒബാഫെമി കിങ് ഓഫ് ദ റിംഗ് 2026 വിജയിച്ചതിലൂടെ സമ്മർ സ്ലാമിൽ ഒരു മെയിൻ വേൾഡ് ടൈറ്റിലിന് ഒരു മാച്ച് കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഒബാഫെമി റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം പങ്കുവച്ച ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ ഈ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഒബാഫെമി ആരെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല. ക്വീൻ ഓഫ് ദ റിംഗ് വിജയിച്ച ഇയോ സ്കൈ ലിവ് മോർഗനെ ചലഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഒബാഫെമി അത് ആർക്കെതിരെ എന്നുള്ളത് റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒബാഫെമി അത് ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത് റോ എപ്പിസോഡിലായിരിക്കും. അപ്പോൾ റോമൻ റെയിൻസിന് ഒബാഫെമി സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒബാഫെമി മാത്രമല്ല ഇപ്പോൾ റോമൻ്റെ എതിരാളിയായിട്ട് വന്നു നിൽക്കുന്നത്. റോമൻ്റെ മുൻകാലങ്ങളിലെ ഉറ്റ സുഹൃത്തും പിന്നീട് അദ്ദേഹത്തിൻ്റെ വലിയ ശത്രുവുമായി മാറിയ ദ ഷീൽഡ് എന്ന് പറയുന്ന കാലത്തെയും മികച്ച ഫാക്ഷനിലെ റോമൻ റെയിൻസിൻ്റെ പാർട്ണർ കൂടിയായ സെത്ത് റോളിൻസും ഒരു വലിയ വിജയം ബ്രോൺ ബ്രേക്കറിനെതിരെ ഒരു സ്റ്റീൽ കേജ് മത്സരത്തിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ നേടിയെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ സെത്ത് തന്നെ പോസ്റ്റ് ഷോ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൻ്റെ പ്രോഗ്രാം വെച്ച് പറഞ്ഞത് അദ്ദേഹം റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം സെത്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ വിജയിച്ച ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലർ ആരെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും തൻ്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളത് സെത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒബാഫെമി റോമൻ റെയിൻസിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സമ്മർ സ്ലാമിലെ മത്സരത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ സെത്ത് മറ്റൊരു റെസ്ലറിനെതിരെയുള്ള സ്റ്റോറി ആയിരിക്കും ചെയ്യുക എന്നുള്ളത് സെത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒബാഫെമി സാമിസേൻ്റെ കൈവശമുള്ള WWE ചാമ്പ്യൻഷിപ്പിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സെത്ത് മിക്കവാറും റോമൻ റെയിൻസിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനുമായിരിക്കും ചലഞ്ച് ചെയ്യുക. അപ്പോൾ ഒരേ സമയം രണ്ട് നല്ല ഒപ്പോണൻസ് റോമൻ റെയിൻസിന് നേർക്ക് വന്നു നിൽക്കുന്നുണ്ട്. ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൻ്റെ സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 1-on-1 സ്റ്റൈൽ മത്സരം തന്നെയായിരിക്കും. രണ്ട് പേർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം തന്നെയായിരിക്കും സമ്മർ സ്ലാമിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഈ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കാൻ പോകുന്നത്. അത് ഒബാഫെമി ആണോ സെത്താണോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇനി ഈ രണ്ട് പേരെയും കടത്തിവെട്ടിക്കൊണ്ട് മൂന്നാമതൊരാൾ കയറി വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യത വിരളം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒബാഫെമി റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്തതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം നല്ല ബിൽഡപ്പ് ഇപ്പോൾ തന്നെ ഒബാഫെമിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സമ്മർ സ്ലാം എന്ന് പറയുന്ന ഇവൻറ്റ് കുറച്ച് പ്രോഫിറ്റബിൾ ആക്കാൻ ശ്രമിച്ചാൽ സെത്തിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് അത് ഒബാഫെമി ആണെന്ന് ഞാൻ പറയും. ഇനി ബ്രോക്കിനെതിരെയുള്ള ഒബാഫെമിയുടെ സ്റ്റോറി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ളതും നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.